ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ഓർക്കിഡ് ഉണ്ട്, 6 വെറൈറ്റി ഓർക്കിഡ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നാളായിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുവാണ്. അതിൻ്റെ പൂവെല്ലാം ഏകദേശം കഴിയാറായി. അപ്പോൾ നമ്മുടെ ഓർക്കിഡിനെ റീപ്ലാന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഓർക്കിഡ് മാറ്റി നടുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, ഓർക്കിഡ് എങ്ങനെ നമുക്ക് വീട്ടിൽ റീപ്ലാന്റ് ചെയ്യാതാണ്. എന്ത് ചെയ്യുക, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്തേ ഈ നിൽക്കുന്ന ഓർക്കിഡെല്ലാം കേട്ടോ നമുക്ക് മാറ്റി നടേണ്ടത്. ഇത് നമ്മുടെ വീടിൻ്റെ മേളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കുറച്ച് നാളായി. നമ്മൾ ഇനി മാറ്റി നട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെടി നശിച്ചു പോകും. നിങ്ങൾക്കറിയായിരിക്കും, ഏത് ചെടിയായാലും ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ മണ്ണും ബാക്കി വളമെല്ലാം മാറ്റി ഒന്ന് റീപ്ലാന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെടി സംരക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മളിന്ന് ഇതെല്ലാം ഒന്ന് മാറ്റി നടുക കേട്ടോ. അപ്പം ഇത്രയും ഓർക്കിഡാണ് നമുക്ക് മാറ്റി നടേണ്ടത്. ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, 6 വെറൈറ്റി നമുക്കിവിടെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് നമ്മളിപ്പോൾ മാറ്റി നടുമ്പോഴത്തേക്ക് ഇതിൽ ഒരു ചട്ടി തന്നെ ഒരുപാട് തൈ പായിക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് മാറ്റി നടേണ്ടത് ആവശ്യമാണ്. അപ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താലേ ഓർക്കിഡ് നമുക്ക് സംരക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല വിലയുള്ള ചെടിയാണ്. നമുക്ക് ഓർക്കിഡ് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതാട്ടോ ആദ്യത്തെ വെറൈറ്റി, ഗ്രൗണ്ട് ഓർക്കിഡ്. നമുക്കിതിൻ്റെ 3 കളറാണ് ഇവിടെ ഉള്ളത്. ഇതും പിന്നെ ഇതേക്കുന്ന വയലറ്റ് കളറും പിന്നെ വെള്ളയും കൂടെ ഉണ്ട്. അതിപ്പോൾ ഇവിടെ പൂവില്ല, ഞാൻ പൂ സൈഡിൽ കാണിച്ചേക്കാം കേട്ടോ. പൂ എങ്ങനെയാണെന്ന് വൈറ്റ് കളറ് പൂവാണ്. അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ 3 വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതേ നിൽക്കുന്നതാണ്, ഈ യെല്ലോ കളർ. ഈ ഓർക്കിഡിൻ്റെ പേര് ഡാൻസിങ് ഗേൾ എന്നാണ്. ഡാൻസിങ് ഗേൾ എന്നും ഡാൻസിങ് ലേഡി എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ നമുക്കിവിടെ ഉള്ളത് ഈ നിൽക്കുന്ന ഒണ്ടയാട്ടോ. ഒണ്ട പേര് പോലെ തന്നെ ഒരു ദിവസം മാത്രമേ പൂ കാണത്തുള്ളൂ, ഒരു വൈറ്റ് കളർ പൂ. പക്ഷേ പൂ വരുന്ന ടൈമിൽ ഒരുപാട് പൂ കാണും, നല്ല ഭംഗിയാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കട്ടോ, ഇപ്പം പൂവില്ല. പിന്നെ 6ാമത്തെ വെറൈറ്റി ഇതാട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയില്ല, അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കേ. ഇതാണ് അടുത്തൊരു വെറൈറ്റി. അപ്പോൾ നമ്മളിനി ഇതെല്ലാം ഇങ്ങനെ റീപ്ലാന്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതേ നമ്മുടെ പാറക്കുട്ടി ഉണ്ട് കേട്ടോ, ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പാറക്കുട്ടി എല്ലാം ഇങ്ങനെ ഓരോ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്കിനി റീപ്ലാന്റ് ചെയ്യാനായിട്ട് കുറച്ച് ചാണകപ്പൊടി, പിന്നെ മേൽമണ്ണ്, അതുപോലെ കരി വേണം കേട്ടോ. നമ്മുടെ വിറക് കത്തിച്ച ആ ഒരു കരി ഉണ്ടല്ലോ. പിന്നെ വേണ്ടത് ഇതുപോലെ കുഞ്ഞു ചകിരിയും തൊണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് മാറ്റി നടാനായിട്ട് വേണ്ടത്. പിന്നെ ഒരു കാര്യം ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ കരി ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് കഴുകി ആ ചാരം എല്ലാം മാറ്റണം. ചാരം പാടില്ല, ചാരം ഇല്ലാതെ കരി മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ അതെ നമ്മുടെ പാറക്കുട്ടി ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ വീഡിയോ എടുക്കുക കേട്ടോ. ആള് ചെടിയുടെ എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യുക. അമ്മയുടെ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ചെയ്യുന്നത് കണ്ട് എന്തൊക്കെയോ സ്വന്തമായിട്ട് പറയുന്നുണ്ട്, പറഞ്ഞ് അതുപോലെ ഷൂട്ട് ചെയ്യുക. അപ്പോൾ പാറക്കുട്ടിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യട്ടെ. നമുക്ക് ബാക്കി ഓർക്കിഡ് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ അമ്മ കരി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, ചാരം എല്ലാം മാറ്റിയിട്ട്. എന്നിട്ട് നമ്മളിതേ നേരത്തെ നട്ട് വെച്ചിരുന്ന ഓർക്കിഡ് എടുക്കുവാണ്. അതിൽ നിന്ന് ആ ചകിരി എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഓർക്കിഡ് മാത്രമായിട്ട് അതിൽ നിന്ന് എടുക്കുക. ഈ ചകിരിയിലെല്ലാം നല്ലതുപോലെ വേര് പിടിച്ചിരിപ്പുണ്ട്. അത് പതിയെ വേര് പൊട്ടിപ്പോകാതെ സൂക്ഷിച്ചെടുത്ത് അതിൽ നിന്നെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എന്തേ അമ്മ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ അതിൽ നിന്ന് തന്നെ വേറെ തൈ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി നടാവുന്നതാണ്.
അപ്പോൾ ഒരു ചട്ടിയിൽ നിന്ന് തന്നെ 2-3 തൈയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ എല്ലാം മാറ്റിയെടുത്തിട്ട് നമുക്കിനി ചട്ടിയിൽ നിറയ്ക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അമ്മ ഞാൻ പറഞ്ഞില്ലേ തൊണ്ടും ചകിരിയും കൂടെ ചെറിയ ചെറിയ പീസായിട്ട് വെച്ചിട്ടുണ്ടെന്ന്, അതിനെ വളച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. ചെറിയ പീസാകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ വളച്ചതിലേക്ക് ഇങ്ങനെ ലെയറായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഓർക്കിഡ് നടുന്നത് എല്ലാം ഓരോ ലെയറായിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ഇടുന്നത്. അപ്പോൾ ആദ്യം തൊണ്ടമ്മ വളച്ച് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുവാണ്. ഇതുപോലെ നടുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. നമുക്ക് ആ വേര് അതിലേക്ക് ഇറക്കി വെക്കണം ഓർക്കിഡിൻ്റെ. ഇത് ഈ ഒരു രീതിയിൽ തൊണ്ടെടുക്കുകയാണെങ്കിൽ നമുക്കത് വളച്ച് വയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ വച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് കുറച്ച് ചകിരി ഇങ്ങനെ സൈഡായിട്ട് വെച്ച് കൊടുക്കണം. ചകിരി മാത്രമായിട്ട് ആദ്യം തൊണ്ട് വെച്ചു, പിന്നെ ചകിരി അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വച്ചിട്ട് നമ്മൾ ഓർക്കിഡിനെ ഫസ്റ്റ് വെക്കണം കേട്ടോ അതിൻ്റെ നടുവിൽ. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിൽ ലെയറായിട്ട് ചേർക്കാൻ പറ്റുള്ളൂ. സാധാരണ ചെടി നടുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് അമ്മ ഓർക്കിഡ് ഇറക്കി വെച്ചു. ഇനി അതിൻ്റെ പുറത്ത് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന കരി ഇട്ട് കൊടുക്കണം. അതിൻ്റെ ചാരം പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കരി മാത്രമായിട്ട് നമ്മൾ കഴുകിയെടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ചാണകപ്പൊടിയായിട്ടോ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഓരോ ലെയറായിട്ട് വേണം ചെയ്യാനായിട്ട്. ചാണകപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക കരിയുടെ മേളിലേക്കായിട്ട്. പിന്നെ അടുത്ത് ചെയ്യേണ്ടത് മണ്ണിട്ട് കൊടുക്കുക ഏറ്റവും മേളിലായിട്ട്. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് മേൽമണ്ണാണ് കേട്ടോ, പശയൊന്നും ഇല്ലാത്ത മേൽമണ്ണാണ് ഇതിനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ 4 ലെയറായിട്ടാണ് നമ്മളിവിടെ ഓർക്കിഡ് നട്ടേക്കുന്നത്. ആദ്യം തൊണ്ടും ചകിരിയും വെച്ചിട്ട്, പിന്നെ അതിൻ്റെ മേളിലേക്ക് നമ്മൾ കരി ഇട്ട് കൊടുത്തു, അതിൻ്റെ മേളിലേക്ക് ചാണകപ്പൊടി, പിന്നെ മേൽമണ്ണ്. ഇത്രയായിട്ട് 4 ലെയറായിട്ടാണ് നമ്മളിത് നട്ടേക്കുന്നത്. ഇത് അതിൽ നിന്ന് കിട്ടിയൊരു തൈയാട്ടോ. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നടാം. അപ്പോൾ ഇങ്ങനെ മാറ്റി നടുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് തൈ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കി എല്ലാ ഓർക്കിഡും നമുക്ക് റീപ്ലാന്റ് ചെയ്യാം. അപ്പോൾ ഇതേ കുറച്ച് ചട്ടികളിലെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാറ്റാനുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെയിലുള്ള സ്ഥലത്ത് തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് വളരാൻ വെയിൽ ആവശ്യമാണ്. അതുപോലെ വെള്ളം ഓവറായിട്ട് വേണ്ട, എന്നാലും ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴിയാട്ടോ നമ്മുടെ വീട്ടിൽ ഓർക്കിഡ് റീപ്ലാന്റ് ചെയ്യുന്നത്. ആരുടെയെങ്കിലും വീട്ടിൽ ഓർക്കിഡ് ഇങ്ങനെ കുറേ നാളായിട്ട് നിൽപ്പുണ്ടെങ്കിൽ റീപ്ലാന്റ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ല റിസൾട്ട് തന്നെ കിട്ടും. നല്ല രീതിയിൽ ഓർക്കിഡ് വളരാനായിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഓർക്കിഡ് റീപ്ലാന്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.